കുറച്ച് മുമ്പൊക്കെ ഞാൻ പറയുമായിരുന്നു ഐ എം ആൻ ആക്സിഡൻ്റൽ ആക്ടർ ബട്ട് വൺ എൽഡർലി പേഴ്സൺ സെഡ് സി വാട്ട് യു സേ മൈറ്റ് ബി അത് കറക്റ്റായിരിക്കാം ആക്സിഡൻ്റലി ഇനി വന്നായിരിക്കാം പക്ഷേ ക്ലോസ് ടു ഹാർട്ട് എന്ന് വെക്കാൻ പറ്റിയ ഒരു കാര്യം എന്തായിരിക്കും, ഒരു ക്യാരക്ടർ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു മൂവി ഏതായിരിക്കും? കൈദിയുടെ എക്സ്പീരിയൻസും എനിക്ക് കൈദി സിനിമേൻ്റെ ഉള്ളിൽ വരുന്നത് ഞാൻ ഇതുപോലെ തന്നെയാണ്. വാട്ട് ഈസ് ഇമ്പാക്ട് യു ക്രിയേറ്റ് ഓൺ ദ സ്റ്റോറി എന്ന് പറയുന്നതാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. അങ്ങനെ ആളുകളുടെ മൈൻഡിൽ അത് എത്രത്തോളം ഇരിക്കും. ഇന്നൊരു 25 കൊല്ലം കഴിയുമ്പോൾ ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് എന്താ പറയുക, ഭയങ്കര പ്രഷ്യസ് ആയിരിക്കും അത്. യുനോ ദാറ്റ്സ് ഹൗ the world is running. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. വെൽക്കം ടു മൂവി വെൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹരീഷ് ഉത്തമനാണ്. വെൽക്കം. താങ്ക് യു. ഹൗ യു ഡൂയിങ്? ഫൈൻ. ഈ ഒരു ദി റൈഡ് നമ്മുടെ മൂവി റിലീസായി. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു സർപ്രൈസ് ഒരു ക്യാരക്ടർ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മുടെ സിനിമയിലേക്ക് വന്നത്. എങ്ങനെയായിരുന്നു ഇൻ ടു ദി റൈഡ്? ഞാൻ ഫസ്റ്റ് മീറ്റിംഗ് ഞാൻ റിതേഷിനെ കണ്ടപ്പം അതിനു മുമ്പ് വിഷ്ണു എന്ന് പറഞ്ഞ അസോസിയേറ്റ് ഡയറക്ടർ, ഹീസ് ദ വൺ ഹു കോൾ മീ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇതൊരു ഒരു എക്സ്പെരിമെൻ്റൽ ക്യാരക്ടർ പോലെയാണ്, വിൽ യു ബി ഇൻട്രസ്റ്റഡ്? ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് വിൽ ഡിസ്കസ്. അപ്പം അങ്ങനെ പോയി ഡിസ്കസ് ചെയ്തു. റിതേഷ് പറഞ്ഞ അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഐ എം ഡൂയിങ് ദിസ്, ലെറ്റ്സ് വർക്ക് ഓൺ ദ ഡേറ്റ്സ്. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബിക്കോസ് നമ്മൾ ഒരു കഥയിൽ എപ്പോഴും യുനോ നമ്മുടെ സ്ക്രീൻ സ്പേസ് എത്രയുണ്ട് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഈവൻ ഇഫ് യു കം ഫോർ സം ടൈം വാട്ട് ഈസ് ഇമ്പാക്ട് യു ക്രിയേറ്റ് ഓൺ ദ സ്റ്റോറി എന്ന് പറയുന്നതാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. അങ്ങനെ ആളുകളുടെ മൈൻഡിൽ അത് എത്രത്തോളം ഇരിക്കും. സോ സംടൈം ഞാൻ ഇങ്ങനെയും നോക്കും. അതായത് ആ കഥയിൽ നിനക്ക് എനിക്ക് പറയുന്ന ആ ക്യാരക്ടറിനെ എടുത്തു കഴിഞ്ഞാൽ ഹൗ ഡസ് ദറ്റ് സ്റ്റോറി ഫ്ലോ എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കും. അങ്ങനെയാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ കണ്ടപ്പം ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ദിസ് വെരി തോട്ട് ഓഫ് ദിസ് ഫിലിം അത് ഭയങ്കര എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളിലുള്ള ഒരു സാധനമാണ് ഈ സിനിമയിൽ സംസാരിക്കുന്നത്. അപ്പം വി ഓൾ ഹാവ് ഗുഡ് ആൻഡ് ബാഡ്, സോ ദ മൂവി ടോക്സ് അബൌട്ട് ഇറ്റ്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഈ ഒരു മൂവി വന്നപ്പോൾ തന്നെ ഒറ്റ മൈൻഡ്, അതായത് ഒറ്റ ഇതിലെടുത്ത തീരുമാനമാണ്, പിന്നീടൊന്നും ആലോചിക്കാതെ. ലൈഫിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണോ? ഫസ്റ്റ് തോട്ടിലാണോ തീരുമാനങ്ങൾ എടുക്കാറ്? എല്ലാ കാര്യങ്ങളും അങ്ങനെയാണോ തീരുമാനം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കില്ല. പക്ഷേ നമ്മളൊരു കാര്യം കേൾക്കുമ്പം ആ ഫസ്റ്റ് വരുന്ന ആ ഒരു ഇൻറ്റ്യൂട്ടീവ്, ദ ഫസ്റ്റ് ഇൻറ്റ്യൂഷൻ ആക്ച്വലി ദാറ്റ്സ് ആക്ച്വലി ദ റിയൽ തിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് ചില സമയം നമ്മൾ ഒരു സാധനം കേൾക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് തോന്നും. പക്ഷേ വി വിൽ കൈൻഡ് ഓഫ് എന്താ പറയുക, റീസൺ ഔട്ട് സെയിങ് ഇല്ല നമുക്കത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ വിൽ ഗോ ഇൻ ആൻഡ് ഇറ്റ് ക്യാൻ ബി ദി അതർ വേ ഓൾസോ. ചിലപ്പോൾ നമ്മൾ ചെയ്യണ്ട എന്ന് വിചാരിച്ചത് പിന്നെ യുനോ വെൻ വി ലുക്ക് അറ്റ് ദ ഫിലിം ഇറ്റ് വിൽ ബി ഇൻ എ ഡിഫറെൻറ്റ് സ്പേസ് ഓൾ ടുഗെദർ. സോ ഒരു എന്തൊരു സാധനവും ജീവിതത്തിൽ നമ്മൾ ആ ഫസ്റ്റ് വരുന്ന ആ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ് ഇസ് റിയൽ, ഇസ് വാട്ട് ഐ ഫീൽ. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മൾ ഒരുപാട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷപ്പെട്ടിരിക്കുമ്പോഴോ നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കരുത്. ഡെഫിനറ്റ്ലി സന്തോഷത്തിൽ പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വലുതായിട്ട് പറയും. ആൻഡ് നമ്മളെല്ലാവരും ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ആൻസർ പറയുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി പറയാനാണ് നമ്മൾ നോക്കുന്നത്. ഇഫ് യു ജസ്റ്റ് ടേക്ക് ഒരു 5 seconds 10 seconds നമ്മളൊരു ചെറുതായിട്ടൊന്ന് നമ്മൾ കാമാക്കി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ആയിരിക്കും ചിന്തിരിക്കുന്നത്. പക്ഷേ അത് നമ്മളെപ്പോഴും ചെയ്യാൻ പറ്റാറില്ല. മേ ബി ബിക്കോസ് ഓഫ് നമ്മുടെ സാഹചര്യം ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ആയിരിക്കാം, ആ ഒരു സറൗണ്ടിങ് ആയിരിക്കാം. പക്ഷേ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഡിസൈഡ് ഓർ ആൻസർ ടേക്കിംഗ് ഫ്യൂ മിനിറ്റ്സ്. ഈ ഒരു ഫസ്റ്റ് തോട്ടിൽ തോന്നിയ ആ ഒരൊറ്റ യെസ് കൊണ്ട് സിനിമാ കരിയറിൽ എപ്പോഴും ഇങ്ങനെ ക്ലോസ് ടു ഹാർട്ട് എന്ന് വെക്കാൻ പറ്റിയ ഒരു കാര്യം എന്തായിരിക്കും, ഒരു ക്യാരക്ടർ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു മൂവി ഏതായിരിക്കും? കൈദി. സോ കൈദി ഓൾസോ
കൈദിയുടെ എക്സ്പീരിയൻസും എനിക്ക് കൈദി സിനിമേൻ്റെ ഉള്ളിൽ വരുന്നത് ഞാൻ ഇതുപോലെ തന്നെയാണ്. ഒരു ദിവസം രാത്രി അറൗണ്ട് 1:30 ഇൻ ദ നൈറ്റ് ഞാൻ ഒരു സെക്കൻഡ് ഷോ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം ഡയറക്ടർ വിളിച്ചു, ലൊക്കേഷൻ വിളിച്ചു, ബ്രോ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, ഞങ്ങൾ കണ്ടിട്ട് സിനിമ കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കാണാൻ പറ്റുമോ, നൈറ്റ് ഷൂട്ട് നടക്കുമോ? ഞാൻ പറഞ്ഞു കേൾക്കാം. അങ്ങനെ ഞാൻ പോയി, ഐ മെറ്റും. വേറെ ഒരാൾ ചെയ്യേണ്ടതായിരുന്നു, ബട്ട് ലാസ്റ്റ് മിനിറ്റ് എന്തോ അവരുടെ കൺഫ്യൂഷൻ, തിങ്സ് ഡിഡ്ന്റ് വർക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ വാസ് ഓക്കെ വിത്ത് ഇറ്റ്. ഞാൻ കൈദി സിനിമയിൽ ഞാൻ 4 ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഐ ഷോട്ട് ഫോർ ഓൺലി 4 days. ബട്ട് ദ ഇമ്പാക്ട് ദാറ്റ് മൂവി ഹാഡ്, ഇമ്പാക്ട് ദാറ്റ് ക്യാരക്ടർ ഹാഡ് വാസ് മാസീവ്. അതൊരു കരിയറിലൊരു ആബ്സല്യൂട്ട്ലി എനിക്കൊരു ഭയങ്കര ഒരു മൈൽ സ്റ്റോൺ സിനിമയാണ് കൈദി. സോ അതുപോലെ തന്നെയാണ് ദ റൈഡും. എനിക്കത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഐ വാസ് ഇംപ്രസ്ഡ്. ആ ഒരു there is life in it. ചെയ്യാം എന്നുള്ളൊരു സംഭവം അല്ലേ? ചെയ്യണോ വേണ്ടേ എന്നുള്ള തോട്ട് വന്നിട്ടില്ല. അതെ. ആ നറേഷൻ്റെ ഒരു പോയിന്റിൽ തന്നെ ഐ ഡിസൈഡഡ് ലെറ്റ്സ് ഡു ഇറ്റ്. സോ സി യെസ് ദ ക്യാരക്ടർ, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളൊരു കഥയായിട്ട് കാണുമ്പോൾ ഒരു സിനിമയായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമല്ലോ. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വാവുന്നാ തോന്നിയത്. അപ്പം ഞാൻ റിതേഷിൻ്റെ അടുത്ത് ഐ എം ഡൂയിങ് ദിസ്, ലെറ്റ്സ് വർക്ക് ഓൺ ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ റിതേഷ് അപ്പോൾ ഐ ഷോ ഡു യു വാണ്ട് ടു ടേക്ക് സം ടൈം, യു ക്യാൻ ടേക്ക് സം ടൈം. ഞാൻ പറഞ്ഞു നോ, ഐ എം ഡൂയിങ് ദിസ്, ലെറ്റ്സ് ഡു ദിസ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ കൈദിയിലെ ക്യാരക്ടർ പറഞ്ഞില്ല, അത് വേറൊരാൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ബട്ട് ടൈമായപ്പോൾ അത് എത്തി, സ്വന്തം കയ്യിലേക്ക് അത് എത്തി. ഈ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ? 100%. ബിക്കോസ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് പോലും ഐ തിങ്ക് ഇറ്റ് ഈസ് ഡെസ്റ്റിനി. ബിക്കോസ് ഞാൻ സിനിമയിൽ വരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സിനിമയിൽ ട്രൈ ചെയ്യാമെന്നോ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരാളായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ സിനിമേൻ്റെ ഉള്ളിൽ വന്നു. ഐ ഡിഡ്ന്റ് നോ എനിത്തിങ് അബൌട്ട് ഫിലിം. ഞാൻ ക്യാമറയുടെ മുമ്പിൽ ജീവിതത്തിൽ അതിനു മുമ്പ് ഞാൻ നിന്നിട്ടില്ല, അധികം സിനിമകൾ കണ്ടിട്ടില്ല. അങ്ങനെ സിനിമേൻ്റെ ഉള്ളിൽ വന്നു. ആൻഡ് ഇവിടെ വന്നിട്ട് ദെൻ വെൻ തിങ്സ് ഡിഡ്ന്റ് ഹാപ്പൻ ഓൾമോസ്റ്റ് ഒരു 3.5 years ഒന്നും ഒരു സിനിമയും വന്നിട്ടില്ല ആഫ്റ്റർ ദ ഫസ്റ്റ് ഫിലിം. ആ സമയത്ത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസസ് ഇസ് വാട്ട് ടുക്ക് മീ ഫോർവേഡ്. അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല, ബട്ട് ഇന്ന് ഞാൻ ഇരിക്കുന്ന സ്ഥലം ഐ എം റിയലി ഹാപ്പി ആൻഡ് കണ്ടന്റഡ് ആൻഡ് ഡെസ്റ്റിനി. ഞാൻ കുറച്ച് മുമ്പൊക്കെ ഞാൻ പറയുമായിരുന്നു ഐ എം എൻ ആക്സിഡൻ്റൽ ആക്ടർ, ബട്ട് വൺ എൽഡർലി പേഴ്സൺ സെഡ്, സി വാട്ട് യു സേ മൈറ്റ് ബി, അത് കറക്റ്റായിരിക്കാം, ആക്സിഡൻ്റലി നീ വന്നായിരിക്കാം, പക്ഷേ think of it like this, that you were destined to be here, to do what you're doing. So നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആദ്യം അത്ര സുഖമുള്ളതായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലും എനിക്കിതൊക്കെ നിർത്തണം, ലൈക്ക് ഫെഡപ്പ് ആയിട്ടുണ്ടായിരുന്നോ? അതോ ആ ഒരു എനിക്ക് എല്ലാം എൻ്റെ അടുത്തോട്ട് തന്നെ വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നോ? മനുഷ്യന്മാരല്ലേ, നമുക്ക് പല തോട്ട്സ് വരും. എപ്പോഴെങ്കിലും ഫെഡപ്പ് ആയിട്ടുണ്ടോ ലൈഫിൽ? ഉറപ്പായിട്ടും. ഞാൻ 2010 ഡിസംബർ 2 ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഫിലിം റിലീസായത്. അത് കഴിഞ്ഞ് ടിൽ 2013 മെയ് ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ്. ഇൻ ദ സെൻസ് ഞാൻ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നത്തിങ് വാസ് വർക്കിംഗ് ഔട്ട്. ഞാൻ സിനിമയിൽ കയറുന്നതിന് മുമ്പ് ഐ വാസ് എ ക്യാബിൻ ക്രൂ. സോ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇഫ് ഇറ്റ് ഓൾ യു വോണ്ട് ടു കം ബാക്ക് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം യു ക്യാൻ സെൻഡ് us a mail and we'll make the arrangement എന്ന് പറഞ്ഞിരുന്നു. സോ ഒരു 3.5 years കഴിഞ്ഞപ്പം നമുക്ക് തോന്നുമല്ലോ, അതായത് ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് ദിസ് ദറ്റ് സിനിമ ഈസ് ഗോയിങ് ടു ബി ഹിയർ. ഞാൻ ഒരു 50 years കഴിഞ്ഞാലും ഞാൻ തിരിച്ചു വന്നാൽ ഇവിടെ സിനിമയുണ്ടാവും. ഇഫ് ഐ വോണ്ട് ടു ട്രൈ ഐ ക്യാൻ ഓൾവേസ് ട്രൈ. ബട്ട് നമ്മുടെ ജീവിതം, ആ ലൈഫ്, നമ്മുടെ ആ സമയം, we can't lose it. We can't just keep waiting. അങ്ങനെ ഞാൻ വിചാരിച്ച ഒരു 2013 മെയ് പോലെ ഐ തോട്ട് ലെറ്റ് മീ ഗോ ബാക്ക് ടു വർക്ക് എന്ന് പറഞ്ഞ സമയത്ത് ഐ ഹാവ് എ മെൻറ്റർ, ഉദയ് സർ, ഈസ് എ സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർ. അപ്പം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നീ ഈ ഒരു 3.5 കൊല്ലം വെയിറ്റ് ചെയ്തു, ജസ്റ്റ് വെയിറ്റ് ഫോർ another 10 more days and then you carry on with whatever you've decided എന്ന് പറഞ്ഞു. ആ 10 ദിവസത്തിൽ ഐ ഡോണ്ട് നോ വാട്ട്
magic happened. Magic happened. That 10 Yeah. days changed your life, അല്ലേ? Yeah, so I got a call from Prakash Raj sir to be a part of his film. Then ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് അതിൻ്റെ ട്രെയിലർ റിലീസായപ്പോൾ ഐ ഗോട്ട് എ കോൾ ഫോർ അനദർ വിശാൽ ഫിലിം ഇൻ തമിഴ്, പാണ്ഡ്യനാട് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. ദാറ്റ് മൂവി വാസ് എ ബ്ലോക്ക് ബസ്റ്റർ ആൻഡ് 10 ഡേയ്സിനൊക്കെ ഇത്ര വാല്യൂ ഉണ്ടെന്ന് അപ്പോഴായിരിക്കും അല്ലേ? ആബ്സല്യൂട്ട്ലി. ആലോചിച്ച് നോക്കി 3.5 years I Years waited. wait, And then ആ ഒരു 10 ദിവസത്തിൽ തിങ്സ് ചേഞ്ച്ഡ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു ബുക്കൊക്കെ എഴുതാലോ, 10 days of my life എന്നൊക്കെ പറഞ്ഞിട്ട്. absolutely. വേണമെങ്കിൽ ആ ഒരു 3.5 years എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ പോയിരുന്നെങ്കിൽ ഒരിക്കലും ഇതായിരിക്കില്ല അല്ലേ? Exactly. പിന്നെ എല്ലാം നാച്ചുറലി into your hands. never planned anything in my life. I go with the flow. I live in the moment. ഇതിപ്പം നേരത്തെ പറഞ്ഞതുപോലെ കൈദിയുടെ സാധനം വേറെ ഒരാൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ വന്നു എന്ന് പറയുന്നത്, ഐ തിങ്ക് വാട്ട് യു ആർ മെന്റ് ടു ഡു യു വിൽ ഡു. ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ കാണും ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ്. ആബ്സല്യൂട്ട്ലി. ബട്ട് നമ്മുടെ അവിടെ നമുക്കൊരു ബിലീഫാണ് വേണ്ടത്. അത് ചില സമയത്ത് നമുക്ക് അതിൽ സംശയം തോന്നുമ്പോഴാണ് സാധനങ്ങൾ ഡിലേ ആകുന്നത്. തിങ്സ് ഡോണ്ട് ഹാപ്പൻ. ബട്ട് ഐ കംപ്ലീറ്റ്ലി ബിലീവ് ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് whatever the energy which is guiding me through. അതെ, യൂണിവേഴ്സിലൊക്കെ വിശ്വസിക്കുന്ന ആള് കർമ്മയിലും വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ഉറപ്പായിട്ടും. whatever you do will come back to you. അതെ. ലൈഫിൽ അതിന് ഡയറക്റ്റ് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടോ കർമ്മ? അങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല. അങ്ങനെ പക്ഷെ നല്ലത് ചിന്തിക്കുക, നല്ലത് ചെയ്യുക. ഇഫ് യു കാൻ ഡു എനിത്തിങ് ഗുഡ്, അറ്റ്ലീസ്റ്റ് ഡോണ്ട് ഡു എനിത്തിങ് വിച്ച് ഇസ് നോട്ട് സോ ഗുഡ്. ഇപ്പം നമ്മൾ കൈദിയുടെ കാര്യം പറഞ്ഞു. ഈ കൈദി ചെയ്യുന്ന സമയത്ത് ലോകേഷ് കനകരാജ് LCU എന്നുള്ളൊരു സംഭവം ഒന്നും ഇല്ല. കൈദിയാണ് തുടക്കം എല്ലാത്തിൻ്റെയും. അപ്പോൾ ആ ഒരു ടൈമിൽ ഇത്ര നല്ലൊരു ക്യാരക്ടർ കൈദിയിൽ ചെയ്തു. പിന്നീട് ഈ ഒരു LCU ഇത്ര വലുതായി, ലോകേഷ് കനകരാജ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡയറക്ടറായി. ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്ട് നിലനിർത്തുന്നുണ്ടോ? യെസ്. സി, ഞങ്ങൾ സംസാരിക്കുന്ന ആ ഒരു ദ ഫ്രീക്വൻസി മൈറ്റ് ബി ലെസ്, ബട്ട് ഞങ്ങളെപ്പോഴും നമ്മളിപ്പം ഈവൻ ഇഫ് യു സ്പീക്ക് ആഫ്റ്റർ 6 months, നമ്മൾ wherever we left we continue. അങ്ങനെ ഒരു ബോണ്ട് ചില ആളുകളായിട്ട് കിട്ടും. ആൻഡ് LCU എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സംതിങ് വിച്ച് ലോകേഷ് ഡിസൈഡഡ്. സിനിമ റിലീസായി കഴിഞ്ഞപ്പം ഓഡിയൻസ് കൊടുത്ത ഒരു ടേമാണ് അത്, LCU എന്ന് പറയുന്നത്, ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്. ആൻഡ് ദെൻ ഹീ ഡെവലപ്ഡ് ഓൺ ഇറ്റ്. സോ പുള്ളിക്കാരൻ്റെയും career is very inspirational. Because ആദ്യത്തെ സിനിമ പുള്ളിക്കാരൻ ചെയ്യാൻ, I think he was in the office for almost 3 years. He was in the office preparing. So ഞാൻ ആദ്യത്തെ സിനിമയിലും we had a discussion. I was supposed to be a part of it, but അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. But I'm happy with whatever he is doing, and he's grown so big. ഇപ്പോൾ നമ്മുടെ കൂലിയുടെ റിലീസ് ടൈമിലും ആളുകൾ കൂടുതലും LCU എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ LCU എന്നുള്ളൊരു സംഭവം അതിനകത്തോട്ട് മാത്രം ഫോക്കസ് വന്ന് അത് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് LCU വിട്ടൊരു മൂവി ചെയ്യാനായിട്ട് ലൊക്കേഷനെ കുറച്ചുകൂടെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ അതൊന്നും എടുക്കാറില്ല. അതായത് പുറത്തുനിന്ന് വരുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ്സ് ആയിക്കോട്ടെ, ഇറ്റ് ഷുഡ് കം ഇൻ LCU എന്ന് പറയും, അതൊന്നും പുള്ളിക്കാരൻ എടുക്കാറില്ല. ഈസ് എ വെരി കൂൾ ഗായ്. പുള്ളിക്കാരൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പുള്ളിക്കാരൻ അറിയാം. ഭയങ്കര കൂൾ ഹെഡഡ് ആയിട്ടാണ് പുള്ളിക്കാരൻ പ്രഷർ ഒന്നും എടുക്കാറില്ല. ലോകേഷ് ഒരു മൂവി ഇനി വരാൻ ഇരിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? കൈദി 2 is what I think that is happening next year. 26 നടക്കും തോന്നുന്നുണ്ട്. യെസ്, വെയിറ്റിംഗ്. Absolutely, me too. അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ രാമായണയിൽ ഒരു പോർഷൻ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആക്ച്വലി അത് പറയാനായിട്ടില്ല. ബിക്കോസ് അവർ അനൗൺസ് ചെയ്താലേ എനിക്കത് ഐ വുഡ് ബി ഏബിൾ ടു സ്പീക്ക് അബൌട്ട് ഇറ്റ്. അല്ലേ? ബി സംതിങ് ഗുഡ്. യെസ്. ഈ സിനിമ എന്നുള്ളൊരു പ്ലേസിൽ നമുക്ക് സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾക്ക് എത്ര ഡെസ്റ്റിനി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഒരു ഹാർഡ് വർക്കും അതിലൊരു വലിയൊരു പാർട്ടാണല്ലോ. സർവൈവ് ചെയ്യുക എന്നുള്ളത് ശരിക്കും ഈസിയാണോ? ബി ട്രൂ ടു വാട്ട് യു ഡു ആൻഡ് ഇറ്റ് വിൽ ഓൺലി ഡു ഗുഡ് ടു യു. ഇത് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എവിടെയാണെങ്കിലും ഇന്ന് ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഏത് ജോലി ചെയ്യുന്ന സ്ഥലത്തും ഇറ്റ് ഈസ് ടഫ്. അതുപോലെ തന്നെയാണിത്. ദ ഓൺലി തിങ് ഇസ് മീഡിയ അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ മൂവി സിനിമ ഈ മേഖലയിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്നത് ഇറ്റ് വിൽ ബി പബ്ലിഷ്ഡ് അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഭയങ്കരമായിട്ട് ആ ന്യൂസ് പുറത്ത് വരും. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. അല്ലെങ്കിൽ എവിടെ IT എടുത്താലും ഈ പ്രഷറുണ്ട്, എല്ലാ സ്ഥലത്തും ഈ ബുദ്ധിമുട്ടുകളുണ്ട്. സർവൈവൽ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്, അത് ഇവിടെ മാത്രമല്ല. സർവൈവൽ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഹൗ ക്യാൻ ബി ബെറ്റർ ഫോർ ടുമോറോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഫിസിക്കലി, മെൻ്റലി, വർക്ക്ഷോപ്സ് ആൻഡ് ലോട്ട് ഓഫ് തിങ്സ് അതെ. സോ അങ്ങനെ നമ്മൾ എങ്ങനെ ബെറ്റർ ആവാൻ പറ്റും എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഐ തിങ്ക് ഹാർഡ് വർക്ക് ഇസ് ദാറ്റ്. നമ്മൾ ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സിനിമ വരുന്നവരെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആ സിനിമേനെ മാത്രം ആലോചിച്ച് നിൽക്കാതെ യു കീപ് ഡൂയിങ് വാട്ട് യു ഡൂയിങ്, കീപ് പ്രാക്ടീസിങ്, കീപ് ട്രെയിനിങ്, കീപ് വർക്കിംഗ് ഔട്ട്, എല്ലാം ഉണ്ട്. ഇറ്റ് ഇസ് ഓൾ ഒരു ചുറ്റിനുമുള്ള ആളുകളുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ലൈക്ക് ഫാമിലി, ഫ്രണ്ട്സ്, നമ്മുടെ ചുറ്റിനും എപ്പോഴും കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. അതെ, എനിക്ക് ഐ ഹാവ് വെരി ഫ്യൂ ഫ്രണ്ട്സ് ഇൻ ലൈഫ്. ബിക്കോസ് സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഐ എം നോട്ട് കണക്റ്റഡ്. ഐ എം നോട്ട് എ പേഴ്സൺ ഹു പാർട്ടീസ് മച്ച്. അങ്ങനെ പുറത്ത് പോകുന്ന ആളല്ല. ഞാൻ വീട്ടിൽ പോകുന്ന ആളാണ്. ഐ റിയലി ലൈക്ക് മൈ റൂം. ഐ റിയലി ലൈക്ക് ബീയിങ് ഇൻ മൈ ഹൗസ്. കുട്ടികളുടെ കൂടെ. അപ്പം ഞാൻ അങ്ങനെ ഓടുന്ന ആളാണ്. ഫാമിലി ടൈം കിട്ടിയാൽ അത് അവോയ്ഡ് ചെയ്യില്ല. 100%. ഈവൻ ഇഫ് ഇറ്റ് ഇസ് കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. 12 hours കിട്ടുന്നുണ്ടെങ്കിലും ജസ്റ്റ് 1 day ബ്രേക്ക് ആണെങ്കിലും, ഈവൻ ഇഫ് ഐ എം ഇൻ ഹൈദരാബാദ് ഓർ ചെന്നൈ, ഐ ഓൾവേസ് മേക്ക് ഷുവർ പെട്ടെന്ന് ഓടി വന്നു. It's like charging yourself. That is my way of looking at life. ഈ വേൾഡിൽ തന്നെ വേറൊരു കുട്ടി വേൾഡ്. ഉറപ്പായിട്ടും ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഞാൻ ഭയങ്കര ഫാമിലിയുടെ ആളാണ്. അപ്പം ഞാൻ അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. ആൻഡ് ഇതിന് മുമ്പ് ചോദിച്ച, അതായത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ പറ്റി ചോദിച്ചില്ല. എൻ്റെ കാര്യത്തിൽ ഐ ക്യാൻ ടോക്ക് അബൌട്ട് മൈ എന്താ പറയുക, എൻ്റെ ലൈഫ്. ഞാൻ ആക്ച്വലി ആദ്യത്തെ സിനിമ വന്നപ്പം അവരെൻ്റെ അടുത്ത് റിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്യുന്നില്ല. ബിറ്റ്വീൻ ആ വർക്കിൻ്റെ നടുക്ക് എനിക്ക് ഇതിപ്പോൾ ഒരു 1 month സമയമുണ്ടെങ്കിൽ ആ സമയത്ത് ഐ ക്യാൻ കം ആൻഡ് ട്രൈ ഔട്ട് വാട്ട് എവർ എന്നാണ് ആദ്യത്തെ ഡയറക്ടറോട് പറഞ്ഞത്. പക്ഷേ അവർ ദേ വർ വെരി പർട്ടിക്കുലർ ദറ്റ് ഐ ഹാവ് ടു റിസൈൻ. പക്ഷേ ഞാൻ നോ പറഞ്ഞു. എൻ്റെ ഫാമിലിയാണ്, എൻ്റെ അമ്മയും ചേച്ചിയും ചേട്ടന്മാരും ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സി, ഐ ഹാവ് 3 elder brothers and a sister. 3 elder brothers and a sister. So ഞങ്ങൾ 5 പേരാണ്. You are the youngest one. Youngest. അപ്പം അവർ പറഞ്ഞത്, സി, ഞങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. And you are getting an opportunity in a film, and which is not usual. You give it a try. If it works out good, if it doesn't work out, we are all there. അങ്ങനെ പറഞ്ഞ അവരുടെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ സിനിമേൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അതില്ലായിരുന്നെങ്കിൽ മേ ബി ഈ ഒരു ഉറപ്പായിട്ടുമില്ല. അവര് അത് പറഞ്ഞില്ല എങ്കിൽ ഞാൻ സിനിമേൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഫാമിലി ഈസ് യുവർ ബാക്ക് ബോൺ അല്ലേ, സപ്പോർട്ട് എന്ന് പറയാം. ഉറപ്പായിട്ടും 100%. ഈ നേരത്തെ തന്നെ ഈ റൂമിലോട്ട് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. ചില ആളുകളെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ പറ്റുന്ന ഒരാളാണെന്ന്? ഞാനോ? അതെ. I'm happy you feel that. Yeah. Okay. I'm happy you feel that. And നമ്മൾ അതില് നമ്മുടെ മനുഷ്യന്മാർ എന്ന് പറയുന്നത് the basic thing is be kind, be positive. അതാണ് നമ്മുടെ ബേസിക്.
പക്ഷെ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ അതൊക്കെ വിട്ടിട്ട് നമ്മൾ വേറെ എന്തിൻ്റെയല്ലോ പുറകെ ഓടുന്നുണ്ട്. ഐ തിങ്ക് നമ്മുടെ കോർ ഇസ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ കൂടെ, ചുറ്റുമുള്ള മനുഷ്യന്മാരുടെ അടുത്ത് നമ്മൾ എത്രയും സ്നേഹത്തോടെയും കൈൻഡായിട്ട് നിന്നാൽ ഐ തിങ്ക് ദാറ്റ് വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ്. ഈ ഒരു ഹാപ്പിനെസ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, വാട്ട് ഈസ് യുവർ ഡെഫിനിഷൻ ഓഫ് ഹാപ്പിനെസ്? അതിപ്പം ചില ആളുകൾക്ക് കുറേ പൈസ ആയിരിക്കാം, ചില ആളുകൾക്ക് ചിലർക്ക് ഫുഡായിരിക്കാം, അങ്ങനെ പല പല സംഭവങ്ങളായിരിക്കാം. യുവർ ഡെഫിനിഷൻ എന്തായിരിക്കും? എനിക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എനിക്ക് കാട്ടിൻ്റെ ഉള്ളിൽ where there is no traffic, where there is no any other noise, nature. Yeah, that's. അപ്പോൾ ഈ നേച്ചർ ഫ്രണ്ട്ലി യാത്രകളാണ് കൂടുതൽ നടത്താറ്? ഉറപ്പായിട്ടും ഐ ഓൾവേസ് റൺ അവേ. എനിക്ക് സമയം കിട്ടിയ ഞാൻ ഏതെങ്കിലും കാട്ടിലായിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഈ പറയുന്ന പോലെ മൗണ്ടൻ, ഒരു ഹിൽ ഏരിയയിലൊക്കെ പോയിട്ട് ഒരു കുഞ്ഞു വീടൊക്കെ വെച്ച്? 100%. ആണല്ലോ. എന്നൊരു 10-20 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ അതുപോലത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും, ഏതെങ്കിലും ഒരു മലയുടെ മേളിലായിരിക്കും. 100%. അതെ. അത് മീൻസ് പലരും ഈ പറയുന്ന പോലെ ട്രാവൽ ചെയ്യുന്നവരും ഈ പറയുന്ന ട്രക്കിങ്ങിനൊക്കെ പോകുന്നവരും ഒക്കെ മിക്കപ്പോഴും പറയാറുണ്ട്, എനിക്കൊരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു കാട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞൊരു വീട് വല്ലപ്പോഴെങ്കിലും പോകാൻ വേണ്ടിയിട്ടുണ്ടാവുന്നു. ട്രസ്റ്റ് മീ, എന്നൊരു 20-25 ഇയേഴ്സ് ഞാൻ വിചാരിക്കുന്നത് ആ ഒരു ഇന്നൊരു 25 കൊല്ലം കഴിയുമ്പോൾ ദാറ്റ് വിൽ ബി ദ മോസ്റ്റ്, എന്താ പറയുക, ഭയങ്കര പ്രഷ്യസ് ആയിരിക്കും അത്. യു നോ, ദാറ്റ്സ് ഹൗ ദ വേൾഡ് ഇസ് റണ്ണിങ്. എന്തായാലും അങ്ങനെ ഒരു 25 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു വീട്, അങ്ങനെ ഒരു കുഞ്ഞൊരു വീട്, ആ ഒരു ഏത് ഫോറസ്റ്റ് അങ്ങനെ നോക്കി വെച്ചേക്കുന്നത്? ഇല്ല, കുറേ ഉണ്ട്, എനിക്കറിയില്ല ഞാൻ എവിടെയായിരിക്കും. ഞാൻ അധികം പ്ലാൻ ചെയ്യാറില്ല. അത് നാച്ചുറലി ശരിയാണ്. അതെ അതെ അതെ. അപ്പം എന്തായാലും ആ പറയുന്ന പോലെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. ഇതേപോലെ എല്ലാവരിലോട്ടും ഒരു പോസിറ്റിവിറ്റി, അത് പ്ലാൻ ചെയ്യാണ്ട് ഒരു പോസിറ്റിവിറ്റി എത്തിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇത്ര നേരം സംസാരിച്ചത് ഒരുപാട് സന്തോഷം. താങ്ക് യു നൂർ, വെരി ഗുഡ് ഇന്റർവ്യൂ. I really like your questions. Thank you Good so luck. much. Thank you. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് only ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.